ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പുമായിട്ടാണ്. നമ്മൾ സാധാരണയായിട്ട് കിച്ചണിൽ യൂസ് ചെയ്യുന്ന സ്റ്റീൽ പാത്രങ്ങൾ, അതുപോലെ തന്നെ ഫൈബറിൻ്റെ പ്ലേറ്റുകൾ, ഗ്ലാസ്സുകൾ, ഇതിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ചായ ഒക്കെ ഒഴിച്ചിട്ട് ചായ ഗ്ലാസ്സിൽ ചായക്കറ വരും. അതുപോലെ തന്നെ ചില സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമ്മൾ സ്റ്റൗവിലൊക്കെ വെച്ചിട്ട് അതിൽ കറ പിടിക്കും. അപ്പോൾ നമ്മളിതൊക്കെ എന്ത് ചെയ്യണം, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉരച്ചിട്ടൊക്കെ വേണം അത് വെളുപ്പിച്ചെടുക്കാൻ. അപ്പോൾ നമുക്കത് നല്ല പ്രയാസമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മൾ ജസ്റ്റ് നമുക്കതങ്ങ് ഇട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ക്ലിയറായി കിട്ടുന്ന ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ടിപ്പ് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഇത് കളർ വെപ്പിക്കാനുള്ള പല കെമിക്കൽസും ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമ്മൾ അധികം കോസ്റ്റ്ലി അല്ലാത്ത രീതിയിൽ നമുക്കിതെങ്ങനെ വെളുപ്പിച്ചെടുക്കുക എന്നുള്ളൊരു ടിപ്പും കൂടിയാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്കിതെൻ്റെ ഒരു സിസ്റ്റർ പറഞ്ഞു തന്നതാണ്. അവർ കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഫസ്റ്റ് ഞാൻ ചെയ്ത് നോക്കി അങ്ങനെ തന്നെ അതൊരു വീഡിയോ ആക്കിയിട്ട് അങ്ങ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇനി എങ്ങനെയാണ് നമ്മളിത് കറൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കിച്ചണിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റൗവിലൊക്കെ വെക്കുമ്പോൾ കറൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ഇടയിലൊക്കെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് മാറിയിട്ട് കണ്ടില്ല ഇതിൻ്റെ ഇടയിൽ. അതേപോലെ തന്നെ ഈ ഒരു പാത്രത്തിലൊക്കെ കറ ആകെ പിടിച്ചിട്ടുണ്ട്. ഗ്ലാസ്സും തന്നെ കളറില്ലാത്ത പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കളർ വെപ്പിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ടുള്ള കളറും ഈ ഒരു കളറും ചേഞ്ച് കൊണ്ട് നല്ല ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കളർ വെപ്പിച്ചെടുക്കാൻ യൂസ് ചെയ്യുന്ന പൗഡർ എന്ന് പറയുന്നത് ബ്ലീച്ചിങ് പൗഡറാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന രീതി എന്നാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഞാനൊരു കപ്പ് ബ്ലീച്ചിങ് പൗഡർ ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഡയറക്റ്റായി അങ്ങ് യൂസ് ചെയ്യാൻ പാടില്ല. കയ്യിൽ വല്ല കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. എൻ്റെ കയ്യിന് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരുടെ കൈയും ഇതുപോലെ തന്നെ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് പൊള്ളി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനിയും കട്ടകളുണ്ട്. അപ്പോൾ ഞാനൊരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് ആ കട്ടയും കൂടെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഇട്ടിട്ട് വരുത്തി എടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ കട്ടകളൊക്കെ അതിലേക്ക് അടിയിലേക്ക് അങ്ങ് കലങ്ങി പോയിക്കോളും. പക്ഷെ നമ്മൾ കട്ടകൾ അതിൽ ആ ഒരു കട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കലക്കുന്ന വെള്ളത്തിൽ അങ്ങനെ കട്ടകളായിട്ട് തന്നെ കിടക്കും. അതുകൊണ്ടാണ് ഞാനൊന്ന് കലക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഞാൻ ഇതേപോലെ ഈ ഒരു ബക്കറ്റാണ് കേട്ടോ ഞാൻ കലക്കി വെക്കാനായിട്ട് എടുക്കുന്നത്. അതിലേക്ക് ഒഴിക്കാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് ഞാനൊരു അര ബക്കറ്റ് വെള്ളമാണ് ഇപ്പോൾ ഇതിലെടുക്കുന്നത് കേട്ടോ. ഇത്രത്തോളം വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഇതിലോട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം പാത്രം, ഇപ്പം കുറേ പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബക്കറ്റ് ഫുള്ളായിട്ട് അങ്ങ് വെള്ളം കലക്കി വെച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് നമ്മൾ ബ്ലീച്ചിങ് പൗഡറും കൂടി കൂട്ടി കൊടുക്കണം കേട്ടോ. അധികം വേണ്ട, കുറച്ചൊക്കെ ഉണ്ട് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു കപ്പാണ് ഈ ഒരു വെള്ളത്തിൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കറ പിടിച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഇട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് അധികം പാത്രങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങ് കലക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴുള്ളൂ നമുക്ക് ആ ഒരു പൊടി മൊത്തമായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുക കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ഇട്ട് വെച്ചതിന് ശേഷം നമ്മളൊരു 4-5 മണിക്കൂർ, ഇപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിയിൽ കിടക്കുമ്പോൾ ഇതുപോലെ അങ്ങ് ഇട്ട് വെച്ചതിന് ശേഷം രാവിലെ എടുത്ത് അങ്ങ് കഴുകണമായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ നല്ല കളർ വെക്കും. നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആ ടൈം ആകുമ്പോഴും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്റ്റീൽ പാത്രങ്ങൾ, അതുപോലെ ഗ്ലാസ്സുകൾ, ഫൈബർ പാത്രങ്ങൾ, അങ്ങനെയുള്ള പാത്രങ്ങൾ മാത്രം യൂസ് ചെയ്യുക. ഒരിക്കലും അലൂമിനിയം പാത്രം ഒന്നും ഇതുപോലെ വെള്ളത്തിലിട്ട് 4-5 മണിക്കൂറൊന്നും ഇട്ട് വെക്കരുത് കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ അതിന് കോട്ടിംഗ് ഒക്കെ കൊണ്ട് പോയി ആകെ അതിൻ്റെ ആ ഒരു ഭംഗി ഇല്ലാതാവും. അതുകൊണ്ട് അങ്ങനെയുള്ള അലൂമിനിയം പാത്രങ്ങൾ ഒരിക്കലും ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല. സ്റ്റീൽ പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ യൂസ് ചെയ്യുക. അതുകൊണ്ട് അതിനൊരിക്കലും കേട് പറ്റില്ല. പക്ഷേ അലൂമിനിയം അതുപോലെയല്ല, നല്ല റിയാക്ഷൻസ് ഉണ്ടാവും അതിന്. ഞാനിത് വെള്ളത്തിൽ ഒരു 5 മണിക്കൂർ ഇതുപോലെ അങ്ങ് ഇട്ട് വെക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ആ ഒരു ബക്കറ്റിൽ പോയി നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ പൊടിയൊക്കെ നന്നായിട്ട് ഊറിയിട്ട് ആ പാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുന്നുണ്ട്. നേരത്തെ നിങ്ങൾ കണ്ടതാണല്ലോ ഇതിൻ്റെ കളർ അല്ലേ, കണ്ടില്ലേ? ആ ഒരു പുറം ഭാഗമൊക്കെ നല്ല കളർ വെച്ച് ഉള്ളിലുള്ള ആ ഒരു കറകളൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിച്ചിട്ട് അങ്ങ് കഴുകിയെടുത്താൽ മതി. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടില്ല, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ഗ്ലേസിങ്ങും വന്നിട്ടുണ്ട് ആ സ്റ്റീൽ പാത്രത്തിനൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഡിഷ് വാഷ് ഉപയോഗിച്ച് ഇതൊന്ന് കഴുകി നോക്കാം. ഞാനിവിടെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ഉപയോഗിച്ച് അങ്ങ് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് ഇപ്പോൾ തന്നെ ആ ഒരു പാത്രത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% സക്സസ് ആവും. നമുക്ക് മെനക്കെട്ട് വെറുതെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് യാതൊരു എഫേർട്ടും ഇല്ല കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ആ ബക്കറ്റിലുണ്ടായിരുന്ന ബാക്കി വന്നിട്ടുള്ള ആ ഒരു ബ്ലീച്ചിങ് പൗഡറിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതങ്ങ് ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. ഇതൊരു മൂടി വെച്ചിട്ട് ഒരു സൈഡിൽ മാറ്റി വെക്കുക. നമുക്കൊരു 3 പ്രാവശ്യം കൂടി ഇതിൽ ഇനിയും പാത്രം ഇട്ട് വെച്ചിട്ട് ഇതേപോലെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അധികം ചിലവില്ലാത്ത രീതിയിൽ നല്ല ഈസി ആയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഒരിക്കലും നമ്മുടെ പാത്രങ്ങൾ കളറില്ല എന്ന് ആരും പറയാൻ പാടില്ല. അതുപോലെ തന്നെ കറ പിടിച്ചിട്ടുണ്ടെന്നുള്ളതൊന്നും. നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% ഇതുപോലെ സക്സസ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കൊരു എഫേർട്ടും ഇല്ലല്ലോ, നമ്മൾ ആ ഒരു വെള്ളത്തിലിട്ട് വെക്കുന്നു, അത് കറൊക്കെ കളഞ്ഞ് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ആരും ഒരു എഫേർട്ടില്ല, ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാനുള്ളൊരു എഫേർട്ട് മാത്രമേ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും ഒക്കെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവരിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബായ്, അസ്സലാമു അലൈക്കും.